ആദരണീയനായ ഡോക്ടർ മാർ അഫ്രീൻ മെത്രോപോളിത്തൻ, ശ്രീ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ, കേരളത്തിന്റെ ചരിത്രം ഇന്നത്തെ രീതിയിൽ മാറ്റി എഴുതിയ SNDP യോഗത്തിന്റെ പ്രതിനിധികൾ, BJP, RSS, VHP അടക്കമുള്ള ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപക്ഷെ ഒരു ദേവസ്വം എങ്ങനെ നടത്തണം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിലൊന്നായ, ചെറിയ പ്രായം തൊട്ട് അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദേവസ്വം പ്രസിഡന്റുമാരിൽ ഒരാളായ ശ്രീ TV ചന്ദ്രമോഹൻ അവരുകൾ, പ്രിയപ്പെട്ട ഗംഭീരമായൊരു ആശയം തന്നെ നമ്മളോട് ഉൾപ്പെടുത്തിച്ച ശ്രീ ചന്ദ്രൻ, നിങ്ങൾ ഓരോരുത്തരും. ഞാൻ 12 മിനിറ്റാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 5 പോയിന്റ്. ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ പോയിന്റുകൾ പറഞ്ഞ് സംസാരിക്കുന്ന മിനിറ്റുകൾ പറഞ്ഞ് സംസാരിക്കാറ്. മാതാ അമൃതാനന്ദമയി ദേവിക്കെതിരെയുള്ള ക്യാമ്പയിൻ ആരാണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, ഇപ്പോ ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്, ഇതിന്റെ കൺക്ലൂഷൻ, ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഇരുന്നപ്പോൾ വളരെ രസമായിരുന്നു. ഒന്നിനെതിരെ 4 പേരെയൊക്കെയാണ് ഇരുത്തുന്നത്. ഞാൻ ഒറ്റയ്ക്കും അപ്പുറത്ത് 4ഉം 5ഉം പേരും ഒക്കെയാണ്. അപ്പൊ അതിൽ യുക്തിവാദി സംഘത്തിന്റെ പ്രസിഡന്റായ ശ്രീ U കലാനാഥൻ സാർ പറയുകയുണ്ടായി, മാതാ അമൃതാനന്ദമയി മഠത്തിന് 33,000 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട്. ഞാൻ പറഞ്ഞു, വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു ആരോപണമാണ്. കേരളത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം ഒരു 20,000 ചില്ലുവാൻ കോടി രൂപയാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഏകദേശം എല്ലാം കൂടി ഒരു 17 ലക്ഷം കോടി എന്ന് പറയും. ഇപ്പോൾ ഇന്ത്യയൊക്കെ വിടാം, നമ്മൾ കുറച്ച് ദരിദ്ര രാജ്യമാണ്. ഈ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തിയുണ്ടെന്ന് പറയപ്പെടുന്ന ഒബാമയുടെ രാജ്യത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം $1.92 ട്രില്യൺ. അവരുടെ ഡോളറിന്റെ കണക്കാണ്. റഫ്ലി നമ്മുടെ നാട്ടിലെടുത്താൽ അമേരിക്ക രഹസ്യവും പരസ്യവുമായി സൂക്ഷിക്കുന്ന ആസ്തികളെല്ലാം കൂടി ഏകദേശം 16,000 ലക്ഷം കോടിയാണെന്നാണ് അവർ പറയുന്ന കണക്ക്. ഇന്റർനെറ്റിലൊക്കെ ലഭിക്കുന്ന കണക്കാണ്. അതിന്റെ ഇരട്ടിയിലധികമാണ് മാതാ അമൃതാനന്ദ ദേവിയുടെ അസറ്റ്സ് എന്നാണ് U കലാനാഥൻ സാർ പറയാം. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ഇന്ത്യയുടെ ഭരണം നേരെ എടുത്ത് കൊടുക്കണം, അമൃതാനന്ദ ദേവി ഭരിക്കട്ടെ. ഈ കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്തിൽ നമ്മുടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് ജനിച്ച ഈ വ്യക്തിക്ക് അമേരിക്കൻ സാമ്രാജ്യത്തെക്കാൾ വലിപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരുതരം നിന്നാസ്തുതിയാണ്. അവർക്ക് നന്നായി ഇത് പറഞ്ഞോട്ടെ, നല്ലതാണ്. പക്ഷെ ഗൗരവമായി പറഞ്ഞാൽ ഇത് ഈ അജണ്ടകൾ നടപ്പാക്കുന്ന ആരാ? ഞാൻ ആദരണീയനായ ഡോക്ടർ മാറപ്പൻ തിരുവേനി പറഞ്ഞാൽ ഭാരതത്തിന് വലിയൊരു ആത്മീയ പൈതൃകമുണ്ട്. യേശുദേവനെ കുറിച്ച് വളരെ മോശമായി ഡവിഞ്ചി കോഡ് എന്ന പുസ്തകത്തിൽ തികച്ചും അബദ്ധജടിലമായ കുറെ ആരോപണങ്ങളും കരിവാരിത്തേക്കലുകളും അത് സത്യമാണെന്ന രീതിയിൽ വന്നപ്പോ ഞാൻ തിരുവനന്തപുരത്ത് യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷന്റെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ നമ്മുടെ ഒരു പാരമ്പര്യം അതാണ്. നമുക്ക് YMCA എങ്ങനെയാണ് ഒരു ഹിന്ദുവിന് സെക്രട്ടറി ആവാൻ കഴിയുക, അതാണ് YMCAയുടെ ഒരു മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ പൊതുജനത്തിന്റെ മനസ്സ് അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ വലിയൊരു കൂട്ടായ്മ ഒക്കെ നടത്തിയെത്തി. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തെ മോശമായി ചിത്രീകരിക്കുന്ന സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം വന്നപ്പോ 52 മുസ്ലിം രാജ്യങ്ങൾക്ക് മുമ്പ് ആദ്യമായി ആ പുസ്തകം ബാൻ ചെയ്യാൻ നേതൃത്വം കൊടുത്തത്, ബാൻ ചെയ്യാൻ ധൈര്യം കാണിച്ചത് ഇന്ത്യ മഹാരാജ്യമാണ്. ഏത് ജനവിഭാഗത്തിനെ ആദരിക്കുന്ന അല്ലെങ്കിൽ ജനവിഭാഗത്തെ പ്രതികരിക്കുന്ന ആത്മീയ നേതാക്കളാണെങ്കിലും ഒരു മതേതരത്വത്തിലൂന്നി മതസൗഹാർദ്ദത്തിലൂന്നി ഈ ആത്മീയ നേതാക്കളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു പാരമ്പര്യമാണ് പലപ്പോഴും നമ്മളുള്ളത്. എന്നാൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ ആത്മീയ നേതാക്കളെ ബോധപൂർവം പ്രിയപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ജയേന്ദ്ര സരസ്വതി അടക്കമുള്ളവരുടെ കാര്യങ്ങളിൽ കള്ളക്കേസുകളിൽ കൊടുക്കുകയും ദിവസങ്ങളോളം മാസങ്ങളോളം ഒരു ക്യാമ്പയിൻ നടത്തുകയും അതിനുശേഷം അവർ നിരപരാധികളാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ഒരു വരിയിൽ ഒതുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ മാധ്യമ സംസ്കാരത്തിലുണ്ട് എന്ന് പറയാൻ കഴിയാത്ത തരമില്ല. മാധ്യമങ്ങളുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും 3 മാധ്യമങ്ങളാണ് അമൃതാനന്ദമയി ദേവിയുടെ ഈ ക്യാമ്പയിന് എതിരെ ശക്തമായി ചുക്കാൻ പിടിച്ചത്. അവരാരൊക്കെയാണ് നടത്തുന്നതെന്ന് നോക്കിയാൽ അവരുടെ താല്പര്യങ്ങളും കൃത്യമായി മനസ്സിലാവും. ആരാണ് അമൃതാനന്ദമയി ദേവിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമ രംഗത്തെ ഏറ്റവും വലിയ താരമായ ഓപ്ര വിൻഫ്രി, അവരാണ് ലോക മാധ്യമത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത്. അവരുടെ വെബ്സൈറ്റിൽ പോയാൽ മാതാ അമൃതാനന്ദമയി ദേവിയെ കുറിച്ച് ഏറ്റവും ഉന്നതമായി പുകഴ്ത്തി 4 പേജാണ് എഴുതിയിരിക്കുന്നത്. അവർ പറയുന്നു, എന്റെ ഭാഷ അറിയാത്ത, അതായത് അവരുടെ ഇംഗ്ലീഷ് ഭാഷ അറിയാത്ത, എന്റെ നാട്ടിൽ നിന്നല്ലാത്ത ഈ സ്ത്രീയുടെ പുറകിൽ 10,000-കണക്കിന് എന്റെ നാട്ടിലെ ആൾക്കാർ പോകണമെങ്കിൽ എന്തോ ഒരു കാന്തിക ശക്തി ഇവർക്കില്ലേ? ഇവരുടെ ലാളിത്യം, ഇവരുടെ സ്നേഹം, ഇത് എന്നെ വളരെയധികം ആകർഷിച്ചു എന്ന് ലോക മാധ്യമങ്ങളിൽ തന്നെ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്ത്യ വിഷന്റെ പ്രധാന ന്യൂസ് ആങ്കറായ സനീഷ് എന്നോട് ചോദിക്കുകയുണ്ടായി, അമൃതാനന്ദമയി ദേവിക്ക് നോബൽ സമ്മാനം കിട്ടുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു, അതിനെതിരെ ഒരു ഗൂഢാലോചനയല്ലേ? ഞാൻ പറഞ്ഞു, അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്കൊന്ന് എതിർപ്പില്ല. പലപ്പോഴും ലോകത്താകമാനം ആദരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ
നിർബന്ധിത മതപരിവർത്തനം ഒരു അജണ്ടയായി എടുത്തിട്ടുള്ള, നമ്മൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നവരാണ്, വിവേകാനന്ദ സ്വാമി പറയുന്നത് പോലെ, മഹാത്മാഗാന്ധിയുടെ ദർശനം പോലെ. പക്ഷേ നിർബന്ധിത മതപരിവർത്തനം അജണ്ടയായിട്ട് എടുത്തിട്ടുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഇതിന് പുറകിലുണ്ട് എന്ന സത്യം കാണാതിരിക്കാൻ തരമില്ല. അങ്ങനെ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ വ്യക്തികളല്ല, നമ്മുടെ നാട്ടിലെ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിം സമുദായത്തിലെ ആൾക്കാരും എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ചിഹ്നമായ മഹാത്മാഗാന്ധിയുടെ മകനെ പോലും കാശ് കൊടുത്തു മതം മാറ്റിയ ഒരു ചരിത്രം നമുക്കുണ്ട് എന്ന് പലപ്പോഴും നമുക്കറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഒന്ന് ആലോചിച്ച് നോക്കുക. മതേതരത്വത്തിന് വേണ്ടി ജീവിച്ച രാമനും റഹീമും ഒന്നാണെന്ന് പറഞ്ഞ, ക്ഷേത്രങ്ങൾക്കുള്ളിൽ ഖുർആൻ പാരായണം വേണമെന്ന് പറഞ്ഞ, ഈശ്വര അല്ലാ തേരോ നാമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ മകനായ ഹരിലാലിനെ പോലും അന്നത്തെ പാകിസ്ഥാൻ വാദികൾ കാശ് കൊടുത്ത് ഹരിലാൽ അബ്ദുള്ള ഗാന്ധിയാക്കി മാറ്റുകയും 2 വർഷത്തിന് ശേഷം ഹരിലാൽ തിരിച്ചു വരുന്ന ഒരു ചരിത്ര സത്യവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ അങ്ങനെ നിർബന്ധിത മതപരിവർത്തനം അജണ്ടയാക്കിയ, നമ്മൾ കൃത്യമായി കോടതി ഭാഷയിൽ പറഞ്ഞാൽ ഫ്രോഡുലന്റ് ആൻഡ് ഫോഴ്സിബിൾ കൺവേർഷൻസ് അജണ്ടയാക്കിയ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ നിയമമുണ്ട്. മതപരിവർത്തനം വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷേ നിർബന്ധിത മതപരിവർത്തനം, കാശ് കൊടുത്തുള്ള മതപരിവർത്തനം, കൈക്കൂലി കൊടുത്തുള്ള മതപരിവർത്തനം എല്ലാ മതങ്ങൾക്കും എല്ലാ ദൈവസങ്കല്പങ്ങൾക്കും എതിരാണ്. കാര്യം മതം അങ്ങനെ വിൽക്കാനുള്ളൊരു കാര്യമല്ല, മതം അങ്ങനെ കാശ് കൊടുത്ത് സ്വാധീനിക്കാനുള്ള കാര്യമല്ല. അത്തരം അന്താരാഷ്ട്ര ലോബികളും വെളിയിൽ നിന്നും വിശിഷ്യ കേരളത്തിൽ നല്ല ഇടതല്ലാത്ത തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും, അത് കൃത്യമായി വേർതിരിച്ച് തന്നെ പറയണം. മുഖ്യധാര പാർട്ടികൾ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ടെങ്കിലും തികച്ചും മാന്യമായി ഞാനും പലപ്പോഴും മുഖ്യധാര മാധ്യമങ്ങളുടെ, ഇടതു മാധ്യമങ്ങളുടെ വ്യക്തികളും ടി വി ചാനൽ ചർച്ച ചെയ്യുമ്പോൾ പല മേഖലകളിലും നിങ്ങൾ ഒന്നിക്കുകയാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. ചില വിമർശനങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെ സഹിഷ്ണുതയോടെ കാണുകയാണ്. പക്ഷേ മാവോയിസ്റ്റ് നക്സൽ സ്വഭാവമുള്ള ചില അജണ്ടകൾ വെച്ച് ഇതിനെയെല്ലാം കരിവാരിത്തേക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും, അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും വലിയ താത്വികാചാരനായ പി ഗോവിന്ദപിള്ള. മാതാമൃതാനന്ദയെ വളരെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അമ്മ തിരുവനന്തപുരത്തുണ്ടായിരുന്ന മുമ്പ് പോയി കണ്ടു. ഒരു 15 മിനിറ്റ് അമ്മയോട് സംസാരിച്ചു. വെളിയിറങ്ങിയപ്പോൾ ആദ്യം കണ്ടത് ഗോവിന്ദപിള്ള സാറിന്റെ മകനായ ശ്രീ MG രാധാകൃഷ്ണനെയാണ്, ഏറ്റവും തലമുതിർന്ന മാധ്യമപ്രവർത്തകർ ഒരാൾ. അപ്പൊ അദ്ദേഹം പറഞ്ഞാണ് വിഷമത്തോടെങ്കിൽ, ഇത്ര വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ എത്ര എളുപ്പമാണല്ലേ 2 ദിവസം എന്തെങ്കിലും ആരോപണങ്ങൾ കിട്ടിയാൽ കരിവാരിത്തേക്കാൻ എന്നുള്ളതാണ്. അപ്പോ തീവ്ര ഇടതുപക്ഷ നക്സൽ സ്വഭാവമുള്ള നല്ലതല്ലാത്ത ഒരു ഇടതുപക്ഷത്തിന്റെ വക്താക്കളും ചില സാമുദായിക വർഗീയ വാദ സ്വഭാവമുള്ള വ്യക്തികളും ചേർന്നുകൊണ്ട് വളരെ വ്യക്തമായി നടത്തുന്ന ഒരു അജണ്ടയാണ്. ഇതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ടോ? ശ്രീ രവിശങ്കർജിയുടെ ബാംഗ്ലൂർ ആശ്രമത്തിലായിരുന്നു ഞാനപ്പോ. അപ്പൊ അദ്ദേഹം ഈ വാർത്തകളെല്ലാം കണ്ട്, അദ്ദേഹം അമ്മയെ വളരെ ആദരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞാണ് ഇതിലെ കൃത്യം കാര്യം. നമ്മളിവിടെ കൂടിയിരിക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയല്ല, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. എങ്ങനെ? അമ്മ ശ്രീ രവിശങ്കർജി പറഞ്ഞതാണ്, അമ്മ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു താരകമാണ്. അതിനെ നോക്കി ആരെങ്കിലും കല്ലെറിഞ്ഞാൽ ആകാശത്തെ നക്ഷത്രത്തിന് എന്തായാലും കല്ല് കൊള്ളാൻ പോകില്ല. പക്ഷെ മേളിലോട്ട് പോകുന്ന കല്ല് തിരിച്ചു വന്ന് വീഴുന്നത് ഏതെങ്കിലും സാധാരണക്കാരുടെ തലയിലായിരിക്കും. അത് പ്രതിരോധിക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. ആകാശത്തെ കല്ലുകൾക്ക് മുറിവേൽപ്പിക്കാനാവില്ല, നക്ഷത്രങ്ങളിലേക്ക് കല്ല് വലിച്ചെറിയാനും ആവില്ല. പക്ഷെ ആ കല്ലുകൾ തിരിച്ചു വന്ന് വീഴുന്നത് നമ്മുടെ ഏതെങ്കിലും പാവപ്പെട്ടവരുടെ, തെറ്റിദ്ധരിക്കാൻ എളുപ്പം സാധ്യതയുള്ള വ്യക്തികളുടെ തലയിലായിരിക്കും. അത് പ്രതിരോധിക്കേണ്ട ആവശ്യമാണ്. 3, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? നവമാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മൾ പെയ്ഡ് ന്യൂസ് എന്നൊരു ഫിനോമിനൽ, എന്നൊരു പ്രതിഭാസം മാധ്യമങ്ങളിൽ കേട്ടിട്ടുണ്ട്. കാശ് കൊടുത്ത് വാർത്തയിടുക. അതേപോലെ അത് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾ, എല്ലാ നല്ല മാധ്യമ സ്ഥാപനങ്ങളെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്ക് പോലെ, ട്വിറ്റർ പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പെയ്ഡ് ക്യാമ്പയിൻസ് ഉണ്ട്. അതായത് ഒരു ദിവസം 20,000 മുതൽ 30,000 രൂപ വരെ അവർക്ക് ഫേസ്ബുക്കിൽ അടയ്ക്കാമെങ്കിൽ അവരുടേതായ പോസ്റ്റുകൾ, അഭിപ്രായങ്ങൾ, അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ വലിയ പ്രചാരത്തോടെ, ഫേസ്ബുക്കിന് ഇതൊന്നും അറിയില്ല, ഫേസ്ബുക്ക് ഒരു യന്ത്രം മാത്രമാണ്, കൂടുതൽ പ്രചരിപ്പിക്കുന്ന ഒരു മെക്കാനിസം ഉണ്ട്. ഇതിന് ഏറ്റവും രസകരം, അമൃതാനന്ദമയി ദേവിക്കെതിരെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ രാജ്യങ്ങൾ എടുത്തു നോക്കിയ അൽബേനിയ, ക്രൊയേഷ്യ, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ ഒക്കെ എല്ലാം ഫേക്ക് പ്രൊഫൈലുകൾ. അഥവാ ഞങ്ങളൊരു കണക്കെടുക്കുകയുണ്ട്, ഏകദേശം അമൃതാനന്ദമയി ദേവിയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കെതിരെയുള്ള ഒരു പോസ്റ്റിന് 46,000 ലൈക്കുണ്ട്. ഞങ്ങളപ്പോ എടുത്തു നോക്കിയപ്പോൾ അതിലെ 60% ഇതേപോലെ ഫേക്ക് പ്രൊഫൈലുകളാണ്. നമ്മളുമായി യാതൊരു ബന്ധവുമില്ലാത്ത രാജ്യത്തെ ആൾക്കാരൊക്കെയാണ്. അതായത് ഈ മധ്യപൂർവ്വ ഏഷ്യയിലെ പഴയ കുർദിസ്ഥാനി എന്നൊക്കെയാണ് ആൾക്കാർ മലയാളത്തിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ മലയാളം എന്ന് പറഞ്ഞാൽ കൃത്യമായ പത്രം മലയാളത്തിൽ തന്നെ ഈ കുർദിസ്ഥാനിലെ ആൾക്കാർക്ക് ചെയ്യാൻ കഴിയുന്നത്, മലയാളി എന്ന രീതി എനിക്ക് അഭിമാനമാണ്, പക്ഷെ ഇത് കുർദിസ്ഥാൻ അല്ല എന്നറിയുന്നത് കൊണ്ട് നമുക്കതിന്റെ വസ്തുത മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പൊ ഈ നവമാധ്യമങ്ങളുടെ സഹായത്തോടെ അതിനെ പ്രതിരോധിക്കണം, അതിനെ നിയമപരമായി തന്നെ നേരിടണം. അതിനൊന്നും യാതൊരു മടിയും കാണിക്കണം. ആ നിയമം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ അല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ശ്രീ MF ഹുസൈന്റെ ചില ചിത്രങ്ങൾ അദ്ദേഹം സരസ്വതി ദേവിയെ മോശമായി അല്ലെങ്കിൽ ഭാരതമാതാവിനെ വികലമായി ചെയ്തപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് 2007 കോടതിയിലേക്ക് പോവുകയും അനുകൂലമായ വിധി നേടുകയും ചെയ്തത്. ഞങ്ങൾ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഏറ്റവും പരമപ്രധാനം, ലിബർട്ടിയാണ് ഏറ്റവും ഉന്നതമായ മൂല്യം. പക്ഷെ ആ ലിബർട്ടിയോടൊപ്പം റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം, സ്വാതന്ത്ര്യത്തോടൊപ്പം ഉത്തരവാദിത്വം ഉണ്ടാവണം. പ്രവാചകൻ നിന്ന പ്രതിഫലിപ്പിക്കുന്ന കുറെ പോസ്റ്ററുകൾ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ കാർട്ടൂണുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇംഗ്ലണ്ടിൽ പഠിക്കുക, നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു വലിയ ആർട്ടിക്കിൾ തന്നെ അവിടുത്തെ പത്രങ്ങളിൽ ഞാൻ എഴുതി. അവരുടെ വിശ്വാസപ്രകാരം പ്രവാചകനെ തമാശയായി കാർട്ടൂണായി ചിത്രീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഒരു കാർട്ടൂണായിട്ട് മറ്റ് ആൾക്കാരെ ചിത്രീകരിക്കാൻ പോകുന്നു? അപ്പൊ എല്ലാ സമൂഹത്തിനും, പ്രത്യേകിച്ച് ഒരു ആഗോളവൽകൃത ലോകത്തിൽ ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു ആഗോള ഗ്രാമത്തിൽ പരസ്പരം സെൻസിറ്റീവ് അല്ലാതെ, പരസ്പരം സ്നേഹത്തോടെ സഹിഷ്ണുതയോടെ അല്ലാതെ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഓരോ സമുദായത്തിനും ഓരോ വിശ്വാസധാരയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, അതിൻ്റെതായ സെൻസിറ്റീവായ പോയിന്റ്സ് ഉണ്ട്. അതിനെ ബഹുമാനിച്ചുകൊണ്ട് മാത്രം നിൽക്കുകയാണ് നമുക്ക് വേണ്ടത്. ഇതിനെ എങ്ങനെ പ്രതിഷേധിക്കാം, എങ്ങനെ പ്രതിരോധിക്കാം? ഇതുപോലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കണം. നവമാധ്യമങ്ങളടക്കം ഉപയോഗിച്ച് നമ്മുടെ യുവതലമുറയെ ഇത്തരം തെറ്റായ പ്രചരണങ്ങളിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ തന്നെ ഇതര മതസമുദായങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരെയും മുസ്ലിം സഹോദരന്മാരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അവരിൽ പ്രത്യേകിച്ച് അതിലെ ഒരു സമുദായത്തിലെ ചില തീവ്രസ്വരക്കാർ ഇതിനെ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ആ തീവ്രസ്വരക്കാരെ മാറ്റി നിർത്തി മുഖ്യധാരാ വ്യക്തികളെ വിശ്വാസത്തിലെടുത്ത്, നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങൾ കുടുംബത്തെ ആദരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ക്രിസോസ്റ്റം തിരുമേനിയെ പോലുള്ളവരെ ആദരിക്കുന്നവരാണ്. മുഖ്യധാര ന്യൂനപക്ഷ സമുദായങ്ങളിലെ വ്യക്തികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരിലെ ഒരു തീവ്ര സ്വരക്കാരെ മാറ്റി നിർത്താനും, അമ്മയെ പോലുള്ള ഭാരതത്തിന്റെ അഭിമാനമായി നിൽക്കുന്ന, നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ ഏറ്റവും വലിയ ശക്തിയായി നിൽക്കുന്ന വ്യക്തിയെ അമ്മയ്ക്ക് വേണ്ടിയല്ല സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രതിരോധിക്കാൻ കഴിയണം. കാരണം നമ്മുടെ സംസ്കാരം തന്നെ ആലപ്പുഴ മുഹമ്മ ക്രിസ്ത്യൻ പള്ളിയിലെ വെളുത്തച്ഛനെ തൊഴുത്, വാവര് പള്ളിയിലെ വാവര് സ്വാമിയെ തൊഴുത് ശബരിമലയിൽ പോകുന്ന കോടിക്കണക്കിന് ജനങ്ങളുള്ള നാടാണ്. കാരണം നമ്മുടെ ഒരു മതസൗഹാർദ്ദത്തിന്റെ, നമ്മുടെ ഒരു വിശാല മനസ്കതയുടെ ഏറ്റവും വലിയ തെളിവാണ്. പക്ഷേ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വിശാല മനസ്കത എന്ന് പറഞ്ഞാൽ എപ്പോഴും അടിവെച്ചാൽ കൊള്ളും എന്നുള്ളതല്ല, എപ്പോഴും ഞങ്ങളെ തല്ലിക്കോ കൊള്ളും എന്നുള്ളതല്ല. അപ്പം ഞങ്ങളുടേതായ ടെന്റിൽ നിന്ന് നമ്മളെ ഇറക്കി വിട്ടാലും കുഴപ്പമില്ല, കാശ്മീരി പണ്ഡിറ്റുകൾക്ക് പറ്റിയതുപോലെ എന്നല്ല. അപ്പോ ശക്തമായ ഒരു പ്രതികരണം ഇതിനുണ്ടാകണം. ആ ശക്തമായ പ്രതികരണത്തിൽ അടിസ്ഥിതമായി നമ്മുടെ ശബ്ദം ഉയർന്നു കേൾക്കണം. അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നതാണ് ഏറ്റവും വലിയ നീതി എന്ന് വിശ്വസിച്ചുകൊണ്ട് അമൃതാനന്ദമയി ദേവിയെ പ്രതിരോധിക്കാനുള്ള, വിശ്വാസത്തെ പ്രതിരോധിക്കാനുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ ഈ വിശാലമായ ഭാരതീയ ആത്മീയതയുടെ വിശാലമായ കൂട്ടായ്മ തീർച്ചയായും മുമ്പോട്ട് പോകണം. കൃത്യം 12 മിനിറ്റ് അദ്ദേഹം പറഞ്ഞ തുണയിൽ ഞാൻ നിർത്തുന്നു. നമുക്ക് എങ്ങനെയാ പ്രതിഷേധിക്കാൻ കഴിയുക? നമുക്ക് എങ്ങനെയാ പ്രതിരോധിക്കാൻ കഴിയുക? എങ്ങനെയാ ചെയ്യാൻ കഴിയുക? നമുക്ക് നോക്കാം. സദ്ഗുരു അമൃതാനന്ദമയി ദേവിക്ക്, ഇതാണ് പിന്നെ പ്രശ്നം. ആ ജയിക്ക് ഒരു ഊർജ്ജമില്ല, ആ ജയിക്ക് ഒരു എനർജി ഇല്ല. നമ്മൾ പറയും, നമ്മൾ ടി വിയിലൊക്കെ കാണുമ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം, ഊർജ്ജസ്വലമായ പ്രതികരിക്കും. പക്ഷെ നമ്മൾ ജയ് വിളിക്കുമ്പോൾ ഈ പകുതി ഒരു ഹാഫ് ഹാർട്ടഡ് ആയ ജയ് എന്നുള്ള വിളിയാണ്. ഈ കോളേജിലും സ്കൂളിലും പിള്ളേരോട് കൈ ഉയർത്താൻ പറഞ്ഞവർ ഇങ്ങനെ വരുത്തും. അതായത് ടീച്ചർ കണ്ടില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടും, കണ്ടാവേണമെങ്കിൽ പറയാൻ ചെയ്യണം. നമുക്ക് അങ്ങനെയല്ല. ഇത് ഇവിടെ വേദിയിരിക്കുന്ന ഒരു ഉദ്ഘാടനവും അല്ല. ഇവിടെ നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും അവിടെയും ഇവിടെ ഇരിക്കുന്ന വ്യത്യാസമില്ല. സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിക്ക്, ദേവിക്ക്, ദേവിക്ക് വന്ദേ മാതരം.